ഇനി നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കാൻ പോകുന്നു. വെറും 5 മിനിറ്റ് മതി. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ലഭിക്കാൻ പോകുന്നു. നീ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊരു കോൾ ലഭിക്കാൻ പോകുന്നു. നീ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങൾ, കോടികൾ നിന്നിലോട്ട് വരാൻ പോകുന്നു. ഇങ്ങനെയല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷനെ കുറിച്ചുള്ള പലരും ചെയ്യുന്ന വീഡിയോസിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ ഞാനും ഇതുപോലെ അട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പാതയിലോട്ട് വന്നത്. പക്ഷെ അതിലോട്ട് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അതൊന്നുമല്ല സത്യമെന്ന് പറയുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായി മാനിഫെസ്റ്റ് ചെയ്താൽ മതി എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ലഭിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ അർഹനാണോ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കലും IAS ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുകയില്ല, പോസിബിൾ ആവുന്ന കാര്യമല്ല. എന്നാൽ ആ കാര്യം പോസിബിൾ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വ്യക്തി അതിനു വേണ്ട അടുത്ത നടപടികൾ സ്വീകരിക്കണം. പക്ഷേ അവൻ IAS ആവണം എന്ന് അവൻ ആഗ്രഹിക്കുമ്പോഴാണ് IAS ആവണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണമെന്ന് അവൻ്റെ മുന്നിൽ തെളിയപ്പെടുന്നത് വെച്ചാൽ അവൻ്റെ മുന്നിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റേജുകളായിട്ട് നമുക്ക് മുന്നിൽ വിസിബിൾ ആവുമ്പോൾ നാം അതിന് ആക്ഷൻ എടുക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇതാണ് മാനിഫെസ്റ്റേഷനിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ മതി, സ്വപ്നം കണ്ടാൽ മതി, ഒരിക്കലും പോസിബിൾ അല്ല. സോ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി വിശ്വസിക്കരുത്. അത് വെറും നുണകൾ മാത്രമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.